സ്നേഹ ആരതി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലേഡീന്റെ വീഡിയോ ഈ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അച്ഛനെ വെടിവെച്ചത് കൺമുന്നിൽ, രക്ഷപ്പെട്ടത് കുതിരക്കാരെ പിന്തുടർന്ന് ഓടിയതിനാൽ. ഓക്കെ, കശ്മീർ ഇൻസിഡന്റിൽ മരിച്ചുപോയ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മകളാണ് ആരതി. ആരതി അവിടുന്ന് സർവൈവ് ചെയ്തൊരു കാര്യങ്ങളും അവരെങ്ങനെ സർവൈവ് ചെയ്തു എന്നും അവിടെയുള്ള കശ്മീരികൾ ആരതിയെ എങ്ങനെ സഹായിച്ചു എന്നുള്ളതും ഒക്കെ അവർ വളരെ ബോൾഡായിട്ടാണ് മീഡിയന്റെ മുന്നിൽ വന്ന് പറഞ്ഞത്. വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഒരു പ്രെമിസസ് ആണ്, മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഫെൻസ്ഡ് ഏരിയ ആണ്. അപ്പൊ ഗൺഷോട്ട് കേട്ടു, ഇത് ടെററിസ്റ്റ് അറ്റാക്ക് ആണെന്ന് റിയലൈസ് ചെയ്തപ്പോൾ നമ്മൾ എല്ലാവരും ഷാറ്റേർഡ് ആയിട്ട് ഓടി. ഞാനും അച്ഛനും എന്റെ കുട്ടികളും കൂടി നമ്മളും ഓടി. ആദ്യം ഒരു സ്ഥലത്ത് ഒരു ടോയ്ലറ്റ് പോലത്തെ എന്റെ പുറകിൽ ഒരു 2 മിനിറ്റ് നിന്നുണ്ടാവും. അവിടെ നിന്ന് ഞാൻ ട്രൈ ചെയ്തപ്പോൾ റേഞ്ച് ഇല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങള് ഫെൻസിന്റെ അടിയിൽ കൂടെ രക്ഷപ്പെട്ട് പിന്നെ ഫോറസ്റ്റ്, ലൈക് ത്രൂ ഔട്ട് ഫോറസ്റ്റിന്റെ നടുവിൽ ഒരു ഗ്രാസ് ലാൻഡ് പോലത്തെ ഏരിയ ആണ്. അവിടെ വന്നപ്പോഴേക്കും ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നു. അയാൾ ആദ്യം ഷൂട്ട് ചെയ്തപ്പോഴേക്കും എല്ലാവരും ഒന്ന് ഫ്രോസൺ ആവൂലോ ഇയാളെ കണ്ടിട്ട്. അപ്പൊ പല പല ഗ്രൂപ്പ്, ഞാൻ അച്ഛൻ മക്കളൊരെണ്ണം വേറെ ആൾക്കാർ, അങ്ങനെ അയാൾ ഓരോ ഗ്രൂപ്പിന്റെ അടുത്ത് പോയി എന്തോ ചോദിക്കണ്ടായിരുന്നു, ഷൂട്ട് ചെയ്യും, മറ്റേ ഗ്രൂപ്പിന്റെ അടുത്ത് ഷൂട്ട് ചെയ്യും. അപ്പൊ നമ്മളെല്ലാരും നമ്മളോട് കിടക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങള് കിടക്കുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ഒരു വേർഡാണ് ചോദിച്ചേ. എന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ലായിരിക്കും, ഖലീമ, ഖൽമ, ഖലീമ, അങ്ങനെ അത് 2 പ്രാവശ്യമേ ചോദിച്ചുള്ളൂ. അപ്പൊ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അച്ഛനെ ഷൂട്ട് ചെയ്തു എന്റെ മുമ്പിൽ വെച്ചു. അപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അച്ഛനെ ഹഗ് ചെയ്യുള്ളൂ. ഹഗ് ചെയ്തു. അപ്പൊ എന്റെ തലയിൽ അത് ഇങ്ങനെ പോക്ക് ചെയ്ത പോലെ വെച്ചിട്ട് പിള്ളേര് സ്ക്രീമിങ് ആൻഡ് ക്രൈയിങ് ആയിരുന്നു. അപ്പൊ അയാൾ അത് എന്റെ തലേന്ന് എടുത്തിട്ട് ഹി വാക്ക്ഡ് ഓഫ്. പിന്നെ ഞാൻ അവിടെ വേറെ എന്റെ അച്ഛൻ ഇമ്മീഡിയറ്റ്ലി ഡെത്ത് ആണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അച്ഛന്റെ ബ്ലീഡിങ് മാറ്റം എന്തെങ്കിലും വെച്ചിട്ട് കൊണ്ടുപോകാൻ അങ്ങനെയൊന്നും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എന്റെ മക്കളെയും കൊണ്ട് ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് ആ കാട്ടിക്കൂടെ താഴേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. ആൻഡ് വി എസ്കേപ്ഡ്, ലൈക് 1 hour റൺ ചെയ്തു. എന്നിട്ട് വി എസ്കേപ്ഡ്. ഞങ്ങളുടെ അടുത്തേക്ക് ഇയാള് കൂടാണ്ട് വേറെ ആളുണ്ടായിരുന്നു. ലൈക് ഐ ഹാവ് സീൻ ഓൺലി 2. അതിലത്തെ ഒരാളും ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് പുറത്തേക്ക്. ഉള്ളിൽ എത്ര പേരുണ്ടായിരുന്നു ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ ഇതാണ് അവര് കൃത്യമായിട്ട് അന്ന് അവിടെ നടന്ന അവര് എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു ഭയാനകമായിട്ടുള്ള സിറ്റുവേഷൻ അവര് പറഞ്ഞു. ഒരാള് കൺപോയിന്റിൽ വെച്ചിരിക്കുമ്പോ എന്താ അവസ്ഥ. അച്ഛൻ സ്വന്തം അച്ഛനെ മുന്നില് ഞാൻ ഈ ഒരു ലേഡീനോട് ഹാറ്റ്സ് ഓഫ് ആ പറയുന്നത്. കാരണം അവർ ആ സിറ്റുവേഷൻ റിയാലിറ്റി മനസ്സിലാക്കി. കാരണം പറഞ്ഞ പോലെ അച്ഛൻ എന്താണെങ്കിലും മരിച്ചു, പിന്നെ മക്കളുണ്ട് കയ്യില്. സോ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് മക്കളെ രക്ഷിക്കുക, ഒരു മകൾ എന്നുള്ള നിലയ്ക്ക് അച്ഛൻ പോയി. ഇനിയിപ്പോ അച്ഛൻ എന്ന് പറഞ്ഞ ഒരാളെ അവിടെ കിടന്ന് കരഞ്ഞിട്ടോ രക്ഷിക്കാൻ നോക്കിയിട്ടോ ചിലപ്പോൾ അവരുടെ ജീവൻ പോവാം, മക്കളുടെ ജീവൻ പോവാം. അപ്പൊ അവരുടെ മനസ്സിൽ ആ ഒരു അമ്മ എന്ന് പറഞ്ഞ റെസ്പോൺസിബിലിറ്റി കയറി വന്നതുകൊണ്ട് അവര് കുട്ടികളെയും കൊണ്ട് ഓടി കുതിരക്കാർ പോകുന്ന വഴിയൊക്കെ നോക്കി അങ്ങനെ അവര് കുട്ടികളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് അവർ കുട്ടികളെ രക്ഷപ്പെടുത്തി. അവരാ കാര്യമാണ് പറയുന്നത്. പിന്നെ അവരിത് വന്ന് നിന്ന് മീഡിയന്റെ മുന്നിൽ പറയുന്ന സമയത്ത് അയ്യോ എന്റെ അച്ഛൻ പോയോ അയ്യോ എന്ന് പറഞ്ഞ കരയണോടെ. അതാണ് ഇവിടുത്തെ ആവശ്യം. കരഞ്ഞ ബഹളം ഉണ്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ ആൾക്കാർക്ക് അവരുടെ മനസ്സിലാവണില്ല. അവരുടെ ഉള്ളിലുള്ള സങ്കടം ആർക്കും മനസ്സിലാവില്ല. എല്ലാ ഹ്യൂമൻ ബീങ്സും അല്ലെ ഡിഫറെന്റ് അല്ലേ? ഓരോ മനുഷ്യന്മാർക്ക് ഇമോഷന്റെ ഫേസ് ഓരോ പോലെയാണ്. ഇന്നലെ ഇത് പറഞ്ഞ അവര് ഇന്നവര് ഭയങ്കര കരച്ചിലാണ്. ഇന്നവര് അവിടെ ഭയങ്കര കരച്ചിലും ഭയങ്കര ഇമോഷണലാണ്. നിങ്ങൾ ആ രംഗം ഇന്ന് അവര് കരയുന്ന രംഗങ്ങൾ ഞാൻ സൗണ്ടിൽ വെക്കുന്നില്ല. അവര് കേട്ടോ, അവര് ഭയങ്കര ബോൾഡാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഇത് മാത്രം ഒന്ന് കണ്ടാൽ മതി. ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞിട്ട് അവര് ജയ് വിളിക്കുകയാണ് സ്വന്തം അച്ഛന്റെ ബോഡീന്റെ അടുത്ത്. സോ ഷീ സ്ട്രോങ് ഇനഫ്. മനസ്സിലായോ? ഒരു മനുഷ്യൻ എപ്പോഴും ആ മനുഷ്യന്റെ ഇമോഷൻ ഈ പറഞ്ഞ പോലെ പൊട്ടിയൊരിച്ച് സങ്കടമായിട്ട് ഇങ്ങോട്ട് കരഞ്ഞു നോ. രാജ്യത്തിന് വേണ്ടി രാജ്യത്തിലെ എന്താ പറയാ കടന്നു കയറിയ നുഴഞ്ഞു കയറിയ ഭീകരര് അവർ തോക്കിന് മുന്നേ കൊന്ന ഒരച്ഛൻ്റെ മകളാണ്. അവര് സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അവര് സ്ട്രോങ് ആയി നിന്നാലേ രാജ്യത്തിന്റെ എന്താണ് നമ്മൾ ഇന്ത്യൻസ് എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരുടെ ആ ഒരു ഇത് കാണുമ്പോൾ എനിക്ക് രോമമുങ്ങളായ ഒരു അവസ്ഥയാണ് എനിക്ക് വരുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡീനെ നിങ്ങൾ മേക്കപ്പ് ഇട്ട് അതിട്ട് മറ്റേതിട്ട് എന്ന് പറഞ്ഞിട്ട് എന്താ ഒരു കമന്റ് ബോക്സ്. ശരിക്കും ഇവരുടെ അച്ഛൻ തന്നെയാണോ മരിച്ചു എന്ന് പറയുന്നത്? സ്വന്തം അച്ഛൻ
കൺമുന്നിൽ വെച്ച് മരിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവളുടെ മുഖത്തൊരു ഭാവ വ്യത്യാസവും ഇല്ല. മരിച്ചുപോയ പറയുന്ന പോലെ മറ്റേ കരഞ്ഞ് വെള്ളം ഉണ്ടാക്കി മറ്റേ കൺമശിക്ക് ഇങ്ങനെ പടർന്ന് ഒലിച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവർ എക്സ്പെക്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. മരിച്ചുപോയ വ്യക്തിയുടെ മകളാണോ ഇത്? ഒരു വിഷമം മുഖത്തില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം സത്യമാണ്, അച്ഛന്റെ അവസ്ഥ സ്വന്തം മക്കൾക്കാണ് സംഭവിച്ചെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോക്ക് മുമ്പിൽ അവർ വരില്ല, അത് അച്ഛൻ വരില്ല എന്ന് പറഞ്ഞു. അല്ല, മക്കളാണ് മരിച്ചെന്നുണ്ടെങ്കിൽ അച്ഛൻ വരില്ല, അല്ല ഇവര് ഇങ്ങനെ വരില്ലാന്ന്. സ്വന്തം മക്കൾ മരിച്ചു, അത് അച്ഛൻ മരിച്ചോണ്ടാണ് ഇങ്ങനെ വന്നത്. കുട്ടി നല്ല സ്റ്റൈലായി സംസാരിക്കുന്നു, മരിച്ചത് അച്ഛനാണെന്ന് ആരെങ്കിലും ഇടയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ബോൾഡ് ആകുന്നത് നല്ലതാ. കുറച്ച് ദിവസം അതെന്തറിയോ, മറ്റേ വിദ്യാഭ്യാസം ഉണ്ട്, വിവരമുണ്ട്, വളർത്തിയത് അങ്ങനെയാണ്. അതാണ് ആ കുട്ടി നല്ല സ്റ്റൈലായിട്ട് സംസാരിക്കുന്നത്, ബോൾഡായിട്ട് സംസാരിക്കുന്നത്. മാത്രമല്ല അവരുടെ അച്ഛനാണെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഏതൊരു സിറ്റുവേഷൻ വന്നാലും ലൈഫിന്റെ എന്ത് സ്ട്രഗിളിന്റെ ഫേസിലാണെന്നുണ്ടെങ്കിലും ഫേസ് ചെയ്യാൻ പഠിക്കും. അത് ആ അച്ഛന്റെ ക്വാളിറ്റിയാണ് ആ മകള് കാണിക്കുന്നത്, മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ കൺമഷീന്റെയും ഇത് ചുണ്ടിലിട്ട ലിപ്സ്റ്റിക്കിന്റെയും കഴുത്തില് കാതിലും കിടക്കുന്ന അല്ലേ ഇതിന്റെയൊക്കെ ഇത് ഓഡിറ്റ് എടുക്കാൻ പോകേണ്ട ആവശ്യം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ കാണിക്കുന്ന ഇമാതിരി ഊച്ചാളി കമന്റോടുകളോട് പ്രത്യേകിച്ച് എന്ത് പറയാനാണ്? പിന്നെ അത് മാത്രമല്ല, ചിലർക്ക് പ്രൊവോക്ഡ് ആവാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ ഇവരവിടുന്ന് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ, കശ്മീരി ഡ്രൈവർ ആൻഡ് അനദർ ഡ്രൈവർ മിസ്റ്റർ സമീർ, അവർ 2 പേരും എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി 3 മണി വരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു. അപ്പം ഇപ്പം ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ 6 മണിക്ക് തിരിച്ചു വന്നു. അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന്. ഞാൻ പറയുകയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്നാണ് ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ പറഞ്ഞ അല്ല അവരെ രക്ഷിക്കട്ടെ. ചിലരുടെയൊക്കെ പ്രശ്നം ഇതാണ്. കാരണം അവിടുന്ന് രക്ഷപ്പെട്ട് വന്ന ഒരുപാട് പേര് പറയുന്നത് അവിടുത്തെ കശ്മീരികൾ അവരെങ്ങനെ പ്രൊട്ടക്ട് ചെയ്തു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ ലേഡി മാത്രമല്ല ഒരുപാട് പേര് ആ സഹായിച്ചതിനെ കുറിച്ചിട്ടും അവരുടെ ആ ഒരു കെയറിനെ കുറിച്ചും പറയുന്നുണ്ട്. വർഗീയത തുപ്പുന്നവർക്ക് ചിലക്കൊന്നും ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് അവരിപ്പോഴും അപ്പൊ കമന്റ് ഇട്ടിട്ട് അപ്പൊ അങ്ങനത്തെ കുറെ ടീമുകൾ ഇതിനകത്തുണ്ട്. അപ്പൊ അവരുടെ കുത്തിക്കഴപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഈ ലേഡി ഇവളല്ലേ ഇത് പറഞ്ഞത്, ഇന്ന് ഇവളുടെ മേക്കപ്പിനെ കുറിച്ച് 10 പറയാം അല്ലേ? സത്യം പറഞ്ഞാൽ ഇതൊരു വൃത്തികെട്ട മാനസിക രോഗം എന്നാണ് ഈ കമന്റുകളോട് പറയാനുള്ളൂ അല്ലേ? നീ കാതെ കുത്തിയാലും കണ്ണെഴുതിയാലും പുതിയ എഴുതിയാലും മേക്കപ്പ് ഇട്ടാലും ഇവർക്ക് എന്താ പ്രശ്നം? ഉള്ളിലുള്ള സങ്കടം കാണിക്കണമെങ്കിൽ കരഞ്ഞ് മെഴുകിയിരിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഉള്ളിലെത്ത സങ്കടം. കാരണം ആ സമയത്തെ സിറ്റുവേഷൻ നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെയാണ് ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ഫുൾ ബ്ലാങ്ക് ഔട്ട് ആയിരിക്കില്ലേ എന്തായാലും ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് ആ കുട്ടി ആ സമയത്ത് അതൊക്കെ കറക്റ്റ് ഫേസ് ചെയ്തു ആ സമയത്ത്. അല്ല ആക്ച്വലി ഞാൻ പറയുന്നത് എന്താ അറിയോ, ആ ലേഡി അവരുടെ മക്കളെ സേഫ് ഗാർഡ് ചെയ്ത് കറക്റ്റ് മക്കളെ രക്ഷിച്ച് ആ സാധനം അവര് ഫ്രീസ് ആയില്ല, ബ്രെയിൻ ഫ്രീസ് ആയില്ല, അവര് മൈൻഡ് ഫ്രീസ് ആയില്ല. അവര് കൃത്യമായിട്ട് അത് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ലേഡി അവരുടെ അച്ഛൻ മരിച്ച സിറ്റുവേഷൻ ആ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, കാരണം അത് ഇന്നവിറ്റബിൾ ആണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. എത്തായിന്ന് മനസ്സിലായി, മൂവ് ഓൺ, ദാറ്റ്സ് ഇറ്റ്. അത് അവർ വളരെ ബോൾഡായിട്ട് നിൽക്കുന്നു. ഇന്ന് അവരുടെ ഇമോഷൻ കാണുന്ന സമയത്ത് ഇന്നും അവരുടെ ഇമോഷൻ കരച്ചിലും അവർക്ക് ദേഷ്യവും ആ പറഞ്ഞ ഒരു സാധനം, ഒരു പ്രൗഡ് സാധനമാണ് അവർക്കുള്ളത് ആ ലേഡിക്ക്. അവരെത്രമാത്രം നിങ്ങൾ ലിപ്സ്റ്റിക്കിന്റെയോ മേക്കപ്പിന്റെയോ കാര്യം പറഞ്ഞിട്ട് അതല്ലെങ്കിൽ കരഞ്ഞു മെഴുകിയില്ല എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നവര് അയ്യേ വൃത്തികേട് നല്ലാതൊന്നും പറയാല്ല ആ കമന്റുകളോട്. അതും സ്ത്രീകളും ഉണ്ട് അതിനകത്ത്. അത് സ്വാഭാവികം. അത് പിന്നെ അങ്ങനെ സ്ത്രീയാണ്, നീ എന്ത് ചെയ്യണം, നീ തീയാവണം എന്ന് പറയുന്ന സ്ത്രീകൾ അല്ല, സ്ത്രീകളാണ് സ്ത്രീകളുടെ ശത്രു എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അത് തന്നെയാണ് ഫസ്റ്റ് എന്താണ് ഇത് കണ്ടപ്പോ പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതാണ് നമ്മൾ പറഞ്ഞത്. അല്ല, ഫുള്ളിനെ കുറിച്ചും മേക്കപ്പിനെ കുറിച്ചും കാതിട്ടതിനെ കുറിച്ചും അതിനിപ്പോ എന്താ ഞാൻ ആലോചിക്കുന്നതുണ്ടെങ്കിൽ തന്നെ ഇതിപ്പോ കരഞ്ഞു പറഞ്ഞ പോലെ ഇങ്ങനെ മെഴുകിയിരിക്കാന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ആ കുട്ടി കാണിച്ച ധൈര്യവും മറ്റവരെ രക്ഷിച്ചത്, കുട്ടികളെ രക്ഷിച്ച രീതിയും ആ ഒരു പെട്ടെന്നുണ്ടായ ഒരു ദൃഢനിശ്ചയം എന്തൊക്കെയോ പറയില്ലേ, മൊമെന്റ് എന്തൊക്കെ പറയില്ലേ. ഇപ്പൊ അച്ഛൻ സ്പോട്ടിൽ മരിച്ചില്ല, അദ്ദേഹത്തിന് കുറച്ചെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിലും ആ അച്ഛനും മകളോട് എന്താ പറയുക, മക്കളെയും കൊണ്ട് രക്ഷപ്പെടും മോളേന്നേ പറയൂ അല്ലേ? അതല്ലേ പറയാ, അച്ഛനും അതേ പറയൂ, അതേ മകൾ ചെയ്തിട്ടുള്ളൂ. കുറെ കമന്റുകൾ ഇറങ്ങിയിരിക്കുന്നു.